Hi guys, once again welcome back to Ejupol. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പലരുടെയും സംശയങ്ങളാണ്, പലർക്കും പല തെറ്റുകളും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പണി പാളുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് +1 ഫോം എങ്ങനെ ഫിൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറേ, +1 ഫോം അല്ലല്ലോ, നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ഫോം അല്ലേ? അപ്പോൾ ശരിക്കും +1 ശരിക്കും ഇങ്ങനെ ഒരു ഓഫ്ലൈൻ പരിപാടി അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് ഫോം ഫിൽ ചെയ്തിട്ടുള്ള പരിപാടി ഇല്ല ശരിക്കും. കാരണം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഫിൽ ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു ഫോം എന്തിനാണ് നമ്മൾ വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി എങ്ങനെയാണ് ഓൺലൈനിലെ ഓരോ ഫോമുകളും ഫില്ല് ചെയ്യേണ്ടത്, അതിൽ ഓരോ കോളത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്, അതിൽ ഓരോ നമ്പേഴ്സും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അക്ഷയ സെന്റേഴ്സിൽ അല്ലെങ്കിൽ മറ്റു വഴികൾ വഴി അല്ലെങ്കിൽ മറ്റു രീതികൾ വഴി നമ്മൾ ഇത്തരം ഫോം കളക്ട് ചെയ്താൽ നമ്മൾ ആദ്യം ഓഫ്ലൈൻ ആയിട്ട് ആ ഫോം അങ്ങ് ഫില്ല് ചെയ്യും. എന്താണ് ഈ ഓഫ്ലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന ഗുണം? എന്താ? ഓഫ്ലൈൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൻ പേജ് വേണമെങ്കിൽ വേണമെങ്കിൽ വെട്ടും, ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ആ ഓഫ്ലൈൻ ഫോം അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മാക്സിമം തെറ്റുകൾ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓൺലൈൻ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഫോം ഫില്ല് ചെയ്ത് കയറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ +1 പ്രോസ്പെക്ടേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകും. ഇതൊരു മാതൃകയാണ്, കഴിഞ്ഞ വർഷം വന്ന സംഭവമാണ്. അപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. വല്ല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അപ്ഡേറ്റ് വീഡിയോസ് ഉടനെ തരും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോം ആയിരിക്കും നിങ്ങൾ അതായത് നമ്മൾ അക്ഷയ സെന്റേഴ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ രീതിയിലുള്ള ഒരു ഫോം ആയിരിക്കും. ഇതിൽ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഏതാണത്? ഇത് തന്നെ. അതായത് ഏതൊക്കെയാണ് കോഴ്സുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കോഴ്സുകൾക്ക് ഒരു കോഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ +1 അല്ലേ, +1 സബ്ജക്ട് കോഡുകളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ +1 കോഡുകൾ. കാണുന്നില്ലേ നിങ്ങൾ? 1, 2, 3, 4, 5, 6, 7 ഇതാണ് ഓരോ കോഡുകൾ. ഈ കോഡിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോക്ക് നിങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇതൊരു കോമ്പിനേഷൻ സബ്ജക്റ്റ് അല്ലെ. ഇപ്പോൾ നിങ്ങൾ സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ കോമ്പിനേഷൻ സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ കാര്യം, ഈ രണ്ടിൽ എന്തൊക്കെ ഉള്ളത്? രണ്ടിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് ആണ്. വ്യത്യാസം സബ്ജക്റ്റ് അവിടെ മാറിയോ? ഇനി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ എടുക്കുന്നെങ്കിലോ 5 ആണ്. നോക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ സബ്ജക്ട് കോഡ് കോമ്പിനേഷൻ ഏതാണോ എന്ന് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് വേണം ഓരോ സ്കൂളിലും നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോഡുകൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഇനി കൊമേഴ്സായിട്ട് ശ്രദ്ധിക്കുന്നു, കൊമേഴ്സ് സബ്ജക്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കൊമേഴ്സിലും ഇതുപോലെ തന്നെ ഒരുപാട് കോഡുകളുണ്ട്. കൊമേഴ്സിന്റെ കോഡ് ഏകദേശം 36 മുതൽ എത്ര വരെയാണ്? 36 മുതൽ 39 വരെയാണ് കൊമേഴ്സിന്റെ കോഡുകൾ വരുന്നത്. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ. 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആണ്. ശ്രദ്ധിക്കണേ. ഇനി ഇതുപോലെ 37 വരുന്ന ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനി 38, 39 ശ്രദ്ധിക്കുന്നത്. 38 ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമി, ഇത് മൂന്നും കൊമേഴ്സിന്റെ കോർ സബ്ജക്റ്റാണ്. ഇതിൽ മാറുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് ഇത് നമ്മുടെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റി, മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ 4 സബ്ജക്റ്റുകൾ ഇങ്ങനെ മാറി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 38 ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും വരിക. 39 ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും വരിക. ഓക്കെ, ഈ കോഡുകൾ കൃത്യമായി നോക്കണം. കാരണം ഈ ഒരു കോമ്പിനേഷനാണ് സബ്ജക്റ്റ്. ചില ആളുകൾ മാത്സ് സെലക്ഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ അവസാനം എത്തിപ്പെടുന്ന ഏതായിരിക്കും ഈ മാത്സ് കോമ്പിനേഷൻ. അപ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധ മാത്രം പോരാ, ഓരോ സ്കൂളിലുമുള്ള കോഴ്സും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു സ്കൂളിൽ നേരെ ഉണ്ടായിരിക്കും ഈ കോഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു GHSS ഇരിങ്ങല്ലൂർ എന്ന സ്കൂളിന്റെ പേരാണ് വിചാരിക്കുക. ആ സ്കൂളിൽ നേരെ കോഡിൽ ഉണ്ടായിരിക്കും ഇവിടെ ഏതൊക്കെ കോഴ്സാണുള്ളത്. അവിടെ ചില 39 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. റെഡി? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ സബ്ജക്റ്റും കോമ്പിനേഷനുമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഈ കോഡ് നമ്പർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. റെഡി? ഇനി നമുക്ക് ഹ്യൂമാനിറ്റീസ് ആയിട്ട് നോക്കാം. ഹ്യൂമാനിറ്റീസ് ആയിട്ട് പ്രത്യേകത, ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് പഠിക്കാനുള്ള വിദ്യാർത്ഥികളാണ് ഹ്യൂമാനിറ്റീസ് ആയിട്ട്. ഒരുപാട് കോമ്പിനേഷൻ, ഒരുപാട് സബ്ജക്റ്റുകൾ അവർക്ക് പഠിക്കാനുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ കോഡ് 10 മുതൽ ഏകദേശം എത്രയാണ് 19 വരെ അവർക്ക് പഠിക്കണം. 9ഓളം വ്യത്യസ്ത കോമ്പിനേഷനുകൾ അവർക്കുണ്ട് അല്ലേ. അപ്പോൾ കോഡ് 10 ഏതൊക്കെയാണുള്ളത്? ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജിയോളജി ആണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മ്യൂസിക്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, അതുപോലെ എക്കണോമിക്സ്, ഈ 3 സബ്ജക്റ്റും ഒട്ടുമിക്ക എല്ലാ കോമ്പിനേഷൻ വരുന്ന സബ്ജക്റ്റ് ആണ്. അതുപോലെ അതിന്റെ കൂടെ ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, സോഷ്യൽ വർക്ക്, അതുപോലെ പിന്നെ സോഷ്യോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്,
പിന്നെ സൈക്കോളജി, സോഷ്യൽ വർക്ക്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ മാറി മാറി വരുന്ന കോമ്പിനേഷൻസ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ അപ്പോൾ ഈ കോഡ് കൃത്യമായി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനാ ഫോം ഫില്ല് ചെയ്യുന്നത്, +1 അഡ്മിഷൻ അല്ലേ, അഡ്മിഷൻ ഏത് സബ്ജക്റ്റ് കിട്ടണമെന്നല്ലേ നമ്മുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ കൃത്യമായി ഈ കോഡുകൾ നിർബന്ധമായി നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും, കൃത്യമായി നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കണം. ഈ ഒരു ഫോം വാങ്ങുമ്പോൾ എൻ്റെ കോഡ് ഇതാണെന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് വെക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്ട് കോഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഓരോ കോളത്തിലും ഫില്ല് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ SSLC പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കണം, നിങ്ങളുടെ കോഡ് നമ്പർ 1 ആണ്. അതായത് ഇപ്പോൾ ഇതിൽ കൊടുത്ത് 2019-20 ഗ്രേഡിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ഗ്രേഡിംഗ് സ്കീം അതിൽ കാണിക്കുക. അപ്പോൾ നമ്പർ 1 എന്നാണ് നിങ്ങൾ SSLC എഴുതുന്ന എല്ലാ കുട്ടികളുടെയും എന്താണ് 2001 എന്നതിലാണ് വരും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ മുൻ വർഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതോ കൊല്ലം മുന്നുള്ള ആൾക്കാണെങ്കിൽ ഇത്, അപ്പോൾ ഇതൊന്നും മിക്കവാറും നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്പർ 1 തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ എന്ത് ചെയ്താൽ മതി. പക്ഷേ ഇനി CBSE കഴിഞ്ഞ ആളുകളാണെങ്കിൽ എന്താണ് 5 ആണ്, ഇനി ICSE കഴിഞ്ഞാൽ 6 ആണ് അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള നിങ്ങളുടെ ഏതൊക്കെയാണോ നിങ്ങളുടെ അല്ലെങ്കിൽ നിലവിൽ 10th നിങ്ങൾ ഏത് ലെവലിലാണോ അല്ലെങ്കിൽ ഏത് സ്ട്രീമിലാണോ നിങ്ങൾ കഴിഞ്ഞത്, അപ്പോൾ അതാണ് നമ്പർ 1 ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റിന് ഒരു കോഡ് ഉണ്ട്, നമ്പർ 1 ആണ് കേരള സ്റ്റേറ്റിന്റെ കോഡ്. ഇനി അതേഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് 99 ആണ്. ഇനി ജില്ലയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എത്രയാണ്, 10 ആണ്. അതേഴ്സ് ആണെങ്കിൽ 99. അതായത് കോഴിക്കോട് ജില്ല മാത്രമല്ല ബാക്കി എല്ലാ ജില്ലയുടെയും കാണിക്കും. ഓക്കെ, പിന്നെ ഇത് കോഴിക്കോട് ജില്ലയിൽ നിന്നും എനിക്ക് കിട്ടിയ ഫോം ആയതുകൊണ്ടാണ് കോഴിക്കോട് ജില്ല എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയാണോ അതായിരിക്കും എന്ത് ചെയ്യുക അവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ താലൂക്കിലെ കൃത്യമായി താലൂക്കിനൊരു കോഡുണ്ട്. നമ്മുടെ താലൂക്ക് കോഴിക്കോടാണെങ്കിൽ 53, കൊയിലാണ്ടി 84, വടകര 85, താമരശ്ശേരി 71, അതേഴ്സ് ആണെങ്കിൽ 99. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നിങ്ങൾ വാങ്ങുന്ന പ്രോസ്പെക്ടസിൽ, അതത് ജില്ലയിൽ നിങ്ങൾ വാങ്ങുന്ന പ്രോസ്പെക്ടസിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. റെഡി. ഇനി നമ്മൾ നോക്കാം തദ്ദേശീയ സ്ഥാപനങ്ങളുടെ കോഡാണ്. അപ്പോൾ നമുക്കൊക്കെ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ, അപ്പോൾ ഇതിൽ കൃത്യമായി നിങ്ങളത് കോഴിക്കോട് ജില്ലയിലെ തദ്ദേശീയ സ്ഥാപനങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ജില്ലയിലെ തദ്ദേശീയ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾ കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാനാണ് SSLC ചെയ്യുന്ന വിദ്യാർത്ഥിയെങ്കിൽ, ഞാനത് ഫില്ല് ചെയ്യാൻ പോകുന്നെങ്കിൽ എൻ്റെ തദ്ദേശീയ സ്ഥാപനത ഉളവണ്ണ പഞ്ചായത്താണ്, 80 ആണ് എൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യണം. അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കാരണം ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വെക്കുക. റെഡി. ഈ രീതിയിലാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്കൂളുകൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളാണ്. മെജോറിറ്റി ആളുകളും ജില്ല മാറി പോകുന്നത് വളരെ റയർ ആയിരിക്കും. വേറെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വല്ല ജില്ലയുടെ ബോർഡേഴ്സിലൊക്കെ താമസിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജില്ലകൾ മാറി സ്കൂളുകൾ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. നേരെ മറിച്ച് ഒരു അവിടെ ഒരു മധ്യഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ജില്ലയിലെ സ്കൂളുകൾ തന്നെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന സ്കൂളുകളുടെ കോഡാണ്. നിർബന്ധമായും സ്കൂളുകളുടെ പേരല്ല നിങ്ങൾ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്, സ്കൂളുകളുടെ കോഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യ സ്കൂൾ ഗവൺമെന്റ് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലപ്പുറം കോഴിക്കോട് എന്നുള്ളതാണ് നമ്പർ 1 ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചത് 1001 എന്നാണ് ആ കോഡ്. കണ്ടോ, 1001. ഈ കോഡാണ് നിങ്ങൾ എഴുതുന്നത് സ്കൂളിലെ. നമ്മൾ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ആ കോഡ് നിങ്ങൾ ഓർമ്മ, നിങ്ങൾ ഏതൊക്കെ സ്കൂളാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ സ്കൂളുകളൊക്കെ ഇതേപോലെ. ഇപ്പോൾ ഞങ്ങൾ നോക്കുകയാണ്, ഈസ്റ്റിൽ കോഴിക്കോട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാനത് കൊടുവള്ളി 1003 ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരെ ഒന്ന് മാർക്ക് ചെയ്തിടുക. ഓക്കെ, അടുത്തത് കൊയിലാണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്തിടുക. അപ്പോൾ ആ മോഡൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത്, കാരണം ഇതൊക്കെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ നിങ്ങൾ മാർക്ക് ചെയ്തുക. സ്കൂളുകൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നമ്മൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടോ എന്ന് കൂടി നോക്കണ്ടേ. അപ്പോൾ നേരെ ഒന്നും ഇങ്ങോട്ട് മറിച്ചാൽ മതി. എന്തൊക്കെ കോഴ്സാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കോഴ്സിന്റെ പേരൊന്നും പറയില്ല, കോഡാണ് ഉണ്ടാവും അല്ലേ. കോഡ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് നോക്ക് നിങ്ങൾ എന്തൊക്കെയാണ്. ഏതായിരുന്നു സ്കൂൾ, ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി ചാലപ്പുറം. അവിടെ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത്. അവിടെയുള്ള കോഴ്സുകൾ 1 ഒരു സയൻസ് ഉണ്ട്, 10 ഉണ്ട്, 34, 39 അല്ലെ. ഈ കോഴ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ നോക്കിയതല്ലേ. നമ്പർ 1 ഏതാ, 34, 39 ഏതൊക്കെയാണ്. നമ്പർ 1 സയൻസ് അല്ലേ നമ്മൾ പറഞ്ഞത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്ന സയൻസ് ആണ്, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ആണ് എവിടെ ഉള്ളത്, നമ്മളെ ചാലപ്പുറം സ്കൂളിൽ. അപ്പോൾ ഈ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ സെലക്ട് ചിലപ്പോൾ കോഡ് സബ്ജക്ട് കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ശ്രദ്ധിക്കണം അല്ലേ. അതുപോലെ തന്നെ അടുത്ത വേറെ 10 ഉണ്ട്. 10 നമ്മൾ കണ്ടാണല്ലോ. 10 എന്തായിരുന്നു, 10 കഴിഞ്ഞു. 10 ഹ്യൂമാനിറ്റീസിന്റെ ആണ്. അവിടെ വരുന്ന ഹ്യൂമാനിറ്റീസിന്റെ കൂടെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി ആണ്. ചില ആളുകൾ ജിയോഗ്രഫി ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ, ജിയോഗ്രഫി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന സബ്ജക്ട് അത് ജോഗ്രഫി ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഗാന്ധി, അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് മുൻകൂട്ടി പറഞ്ഞല്ലോ കേട്ടോ, ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞോട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എല്ലാ സബ്ജക്റ്റും നല്ല തന്നെ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം,
ഇതാ സെക്കൻഡ് ലാംഗ്വേജ് 1, 2. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജുകളുടെ പേരും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഏതൊക്കെയാണ് സെക്കൻഡ് ലാംഗ്വേജുകൾ 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് 1, 2 ഉണ്ട്. ഏതാക്കി? ഹിന്ദി ആയിരിക്കും, മലയാളമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ എന്നാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും ആദ്യമായിട്ട് ഒരു സ്കൂൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, സ്കൂൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എവിടേക്ക് പോകാം, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റെഡി? ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കുക. റെഡി? ഈ ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം നമ്മൾ ശരിക്കും എഴുതി തന്നെ നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കോഡ് നോക്കാം. നമ്മൾ പറഞ്ഞ ഏതാണ്? നമ്പർ 1 നമ്മളിവിടെ കൊടുത്തു. ഒന്നിൻ്റെ പ്രത്യേകം എന്താ? SSLC ആണല്ലേ, വേറെ ഒന്നും നോക്കാനൊന്നല്ല. SSLC ആണ്, നമ്പർ 1 ആണല്ലേ. നേരെ നമ്മൾ 1 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്യുന്നു. SSLC നമ്മൾ ഇവിടെ എഴുതുന്നു. റെഡി അല്ലേ? ഇനി രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്മൾ കൃത്യമായി നിങ്ങൾ ഇവിടെ എഴുതാം. എത്രയാണ് നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി തെറ്റിപ്പോവാതെ എഴുതണേ. അതുപോലെ തന്നെ നിങ്ങളെ മന്ത് ഓഫ് ഇയറിംഗ് പാസ് അല്ലേ. അപ്പോൾ നിങ്ങൾ 2024 ആണെങ്കിൽ 3-ാം മാസം അല്ലേ, മാർച്ച് അല്ലേ, ഏപ്രിലല്ലേ വന്നത് റിസൾട്ട്. നമുക്ക് ഏപ്രിൽ 4 കൊടുക്കുക അല്ലേ. 4/2024 പാസ്സായ ആളുകളാണ് അല്ലേ. മെയ് മാസം, സോറി, ഏപ്രിലല്ലേ, മെയ് മാസം അല്ലേ. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി SLC കോഡ് ഓഫ് ദ നെയിം ഓഫ് സ്കൂൾ വിച്ച് ആപ്ലിക്കേഷൻ സ്റ്റഡി SLC ഇക്വലന്റ് എക്സാമിനേഷൻ. അപ്പോൾ അതിനൊരു കോഡ് ഉണ്ടല്ലോ. ഏത് സ്കൂളാണ് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ഒരു കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സ്കൂളിൻ്റെ കോഡ് ലിസ്റ്റ്, നമ്മൾ ഒരുപാട് സ്കൂളിൻ്റെ കോഡ് ലിസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഏതാണോ ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി കൊടുക്കുക അല്ലേ. എഴുതി കൊടുക്കുക. കോഡ് ഓഫ് ദ നെയിം ഓഫ് സ്കൂൾ വിച്ച് ആപ്ലിക്കേഷൻ സ്റ്റഡി SLC ഇക്വലന്റ് എക്സാമിനേഷൻ. എവിടെയാണ് നിങ്ങൾ SLC പഠിച്ചത് ആ സ്കൂളിൻ്റെ കോഡ് അവിടെ എഴുതി കൊടുക്കുക. ഇനി വെദർ പാസ്ഡ് അല്ലേ, പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ. യെസ്, നമ്മൾ പാസ്സായിട്ടുണ്ട്. ഇനി നമ്മുടെ നെയിം ഓഫ് ആപ്ലിക്കേഷൻ, ഇവിടെ മുതലാണ് നമ്മുടെ പേരും കാര്യങ്ങളും എഴുതി തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് എഴുതാം, നിഹാലാണെങ്കിൽ NIHAL. അവിടെ പ്രത്യേകം പറയുന്നത് എങ്ങനെയാണ്, ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതണം അല്ലേ. നിഹാൽ എഴുതി, നിഹാൽ സീറ്റ് കൊടുത്തു അല്ലേ. ഇനി എൻ്റെ ആധാർ നമ്പർ എഴുതുക. നിങ്ങൾ ആധാർ നമ്പർ കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങൾ ആധാർ നമ്പറോട് എഴുതി കൊടുക്കുക. ഇനി മെയിൽ ഓർ ഫീമെയിൽ, മെയിൽ ഇട്ട് കൊടുത്തു. ഇനി കാറ്റഗറി നെയിം ആൻഡ് കോഡ് അല്ലേ, കാറ്റഗറി നെയിം ആൻഡ് കോഡ് അല്ലെ. എന്താണ്, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത് നോക്കാം. നമ്മളെ കാറ്റഗറി ഏതാ? ഇതാണ് കാറ്റഗറി. ശ്രദ്ധിക്കണേ, കാറ്റഗറി ഇത് ജനറൽ വരുന്നുണ്ട്, ഈഴ വരുന്നുണ്ട്, മുസ്ലിം വരുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ മുസ്ലിം ആണ്. അപ്പോൾ ഏതാണ് എൻ്റെ 03 ആണ് വരും അല്ലേ. അപ്പം എൻ്റെ കാറ്റഗറി ഇതാ, നമ്പർ ഇവിടെ ഇതാ മുസ്ലിം, ഇവിടെ മുസ്ലിം എഴുതുന്നല്ലേ, മുസ്ലിം എഴുതുന്നു. 03 ഞാൻ ഇവിടെ കൊടുക്കുന്നു, 03. റെഡി? ഇനി എലിജിബിൾ ഫോർ റിസർവേഷൻ എലിജിബിൾ ആണോ? ശരിക്കും OBC ആയതുകൊണ്ട് റിസർവേഷൻ എന്താണ്, എക്കണോമിക് വൈസ് റിസർവേഷൻ എന്താണ്, EWS അല്ലേ, എന്താണ് റിസർവേഷൻ ഇതാണ്. അപ്പോൾ യെസ് ഇട്ട് കൊടുക്കണം, യെസ്. ഇനി കാസ്റ്റ് ആൻഡ് റിലീജിയൻ, കാസ്റ്റ് ആൻഡ് റിലീജിയൻ നമുക്ക് എന്ത് കൊടുക്കാം, മുസ്ലിം മാപ്പിള അങ്ങനെയല്ല കൊടുക്കൽ, മുസ്ലിം മാപ്പിള കൊടുക്കാം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് കൊടുക്കുക, കൊടുക്കുന്നു. ഇനി നെയിം ഓഫ് ദ മദർ കൊടുക്കുന്നു, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, ഗാർഡിയൻ ഉണ്ടെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും, അച്ഛനും ചിലപ്പോൾ ചില ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗാർഡിയൻ്റെ പേര് അവിടെ കൊടുക്കുക. റെഡി? ഇനി നിങ്ങൾ OEC ആണോ, നിങ്ങൾ OEC OBC പല കാറ്റഗറി ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ അത് ഏതെങ്കിലും വിഭാഗത്തിൽ വരുന്ന ആളുകളാണോ, നിങ്ങളത് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി വെദർ ആപ്ലിക്കേഷൻ ബിലോങ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഏതെങ്കിലും ഭാഷ അടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികൾ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ അതിൽ ഉൾപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് കൊടുക്കാം. ഓക്കെ. ഇനി നിങ്ങൾ അതാണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി തെളിയിക്കുന്ന എന്ത് ചെയ്യണം, രേഖകൾ അതിൻ്റെ കൂടെ വെക്കണം. ഏത് ലാംഗ്വേജ് ആണ് അല്ലേ, ചില റിസർവ്ഡ് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഏതാണ്, ഇനി വെദർ ആപ്ലിക്കൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ, അതായത് നിങ്ങൾ ബ്ലൈൻഡ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡഫ് ആണോ, അല്ലെങ്കിൽ മെൻ്റൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അത് ഏതാണെന്നുള്ളത് നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തെളിയിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ, അത് കൃത്യമായി നിങ്ങൾ രേഖ മൂലം കാണിക്കണം. റെഡി? ഇനി പ്ലേസ് ഓഫ് റെസിഡൻസ് നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്, അവിടെ സ്റ്റേറ്റിൻ്റെ കോഡ്, ഡിസ്ട്രിക്റ്റിൻ്റെ കോഡ്, താലൂക്ക് കോഡ്, ഗ്രാമപഞ്ചായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഇനി സ്റ്റേറ്റിൻ്റെ കോഡ് ഏതൊക്കെ നമ്മൾ പറഞ്ഞ നേരത്തെ കോഡുകൾ നമുക്ക് നോക്കാം, ഒന്നും കൂടി നോക്കാം. ഇല്ല, നമ്മുടെ കോഡിലേക്ക് വരുമ്പോൾ ഇതാ ഈ കോഡുകളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. എന്താണ് ഈ കോഡുകളുള്ളത്? അപ്പോൾ കേരളമാണെങ്കിൽ നമ്പർ 1 ആണ് കേരളം അല്ലേ. അപ്പോൾ നേരെ പോകുന്നു, കേരളമാണ് സ്റ്റേറ്റ് നമ്പർ 1 എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ ഈ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് വളരെ നല്ല, തെറ്റിപ്പോകാതിരിക്കാം അല്ലേ. ഇനി കോഴിക്കോടാണെങ്കിലോ, കോഴിക്കോടിൻ്റെ കോഡ് നമ്മളൊരു 10 ആണ് അല്ലേ. അപ്പോൾ നേരെ ഡിസ്ട്രിക്റ്റിന് താഴെ 10. ഇനി നമുക്ക് അടുത്ത് എൻ്റെ താലൂക്ക്, ഞാൻ കോഴിക്കോട് താലൂക്ക്, അവിടെ 53 കാണിക്കുന്നത് കണ്ടോ. നേരെ 53 ഞാൻ ഇവിടെ എഴുതുന്നു. ഗ്രാമപഞ്ചായത്ത് ഞാൻ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചല്ലേ, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്, 80 ആണ് അവിടെ വരുന്നത്. അപ്പോൾ 80 എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്, 080 ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് കോഡുകൾ എഴുതുന്നത്. കോഡുകൾ എഴുതുന്നത് നമ്മൾ തെറ്റാൻ പാടില്ല. കാരണം ഈ കോഡുകൾ നേരെ ഓൺലൈനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലവിൽ അഡ്രസ്സ് കാണിക്കുക. അപ്പോൾ അത് തെറ്റിപ്പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുന്നു. പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കും. ഇമെയിലൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക്. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾക്ക് കൃത്യമായ മെസ്സേജ് വരുന്ന നമ്പർ തന്നെ കൊടുക്കണേ. ചില ആളുകളുണ്ട് ഏതെങ്കിലും നമ്പറാണ് കൊടുക്കുക, അത് റീചാർജ് ചെയ്യില്ല, ലാസ്റ്റ് സിം കട്ടായി പോയാൽ എല്ലാ പണികളും. കാരണം നമുക്കൊരു എന്തെങ്കിലും എഡിറ്റ് വരുത്താൻ പോലും നമുക്ക് കഴിയാത്തൊരു അവസ്ഥ എന്ത് ചെയ്യും, അവസാനം വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എന്തായിരിക്കണം,
ഒരു നമ്പർ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. റെഡി? ഇനി പിന്നെ ഇനി നിങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട അടുത്ത കാറ്റഗറി ഞാൻ വരാൻ വേണ്ടി പോകുന്നത്. അതിൽ NCC, സ്വിമ്മിങ്, പോലീസ് കാഡറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ എന്താണ് നമ്മുടെ കൈറ്റ്സ്, അതേപോലെ തന്നെ ഡിപ്പെൻഡ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ ബോണസ് പോയിന്റ് 5 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള അല്ലേ. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ ജവാൻ സർവീസുള്ള ജവാന്മാരുടെ മക്കളാണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി സ്പോർട്സ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ, ഡിസ്ട്രിക്ട് ലെവലാണോ, എത്രയാണ് നിങ്ങളുടെ പ്രൈസ്, പാർട്ടിസിപ്പേഷൻ അത് കൃത്യമായി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരള കലോത്സവത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിങ്ങളെ SSLC എക്സാമിന് സമയത്ത് ആ ഗ്രേസ് മാർക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പരിഗണിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, പരിഗണിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അല്ലേ. എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാം. റെഡി? പിന്നെ NMMS USSുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ വരുന്നത്. ഇനിയാണ് നിങ്ങളുടെ അടുത്തത്, അതായത് ഡീറ്റെയിൽഡ് പാർട്ടിസിപ്പേഷൻ, കോ കരിക്കുലം ആക്ടിവിറ്റീസ്, എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ സയൻസ് ഫെയർ ആണോ, സ്റ്റേറ്റ് ഫെയർ ആണോ, സോഷ്യൽ IT ഫെസ്റ്റ് ആണോ, അപ്പോൾ ഏതാ പങ്കെടുത്ത് നിങ്ങൾ കൃത്യമായി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡ് ഏതാ നിങ്ങൾ നോക്കുക, അതിന് നേരെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകളുണ്ടോ, നിങ്ങൾ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 1 or 2 ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ തരും. അതുകൊണ്ട് നിർബന്ധമായി ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണേ. സ്കൂളിൽ പോയി ജസ്റ്റ് പറഞ്ഞാൽ അവർ തരും. അപ്പോൾ ഞാനൊക്കെ 2 or 3 ഒക്കെ വാങ്ങിയതിൻ്റെ ഓർമ്മയുണ്ട്. ഇപ്പം എങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയില്ല. ഒക്കെ നിങ്ങളത് വാങ്ങി വെക്കുക. നേരെ സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് ടിക്കറ്റ് കൊടുക്കുക, IT ക്ലബ്ബാണ് അത് കൊടുക്കുക. ഇനി സയൻസ് ക്ലബ്, മാത്സ് ക്ലബ്ബാണ്, ഹെൽത്ത് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, റെഡ് ക്രോസ് അല്ലേ, ഇതിലേതൊക്കെ 1 or 2 or 3 എന്താണ് ടിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2 or 4 മാക്സിമം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കുക. ഇനി അടുത്തത് SLC പാസ്സാവാൻ നിങ്ങൾ എത്ര സമയം എടുത്തു അല്ലേ, നമ്പർ ഓഫ് ദ ചാൻസ് ടേക്കൺ ഫോർ SLC പാസിംഗ് എക്സാമിനേഷൻ നമ്മൾ ഒറ്റ തവണ എടുത്തിട്ടു അല്ലേ. പിന്നെ നമ്മുടെ മോർ ദാൻ ആണെങ്കിൽ നമുക്ക് വേണ്ട, ഒറ്റ തവണ നമ്മൾ എടുത്തിട്ടു, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളെ മാർക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ. അതായത് ഇവിടെയാണ് നിങ്ങളെ മാർക്ക് കൊടുക്കുന്നത്. ഇത് വേറെ ടീംസിനുള്ള, അതായത് മുൻ വർഷങ്ങൾ ഈക്വലൻ്റ് എക്സാം എഴുതി അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മാർക്ക് കൊടുക്കുക. ഏതിലാണ് A+ ആണെങ്കിൽ A+ ആണെങ്കിൽ എത്ര മാർക്കുള്ള വെച്ച് നിങ്ങൾ ഗ്രേഡ് അവിടെ കൊടുക്കുക. ഇനി അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ സബ്ജക്റ്റുകൾ അല്ലേ. നോക്കൂ, ഇത് നിങ്ങൾക്ക് വേണ്ട. ഇതേത് ICSE CBSE CBSEക്കാരാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് മാർക്ക് ഇവിടെ അവിടെ കൊടുക്കേണ്ടത്. CBSE ICSE ആളുകൾ ഈ ഭാഗത്താണ് നിങ്ങളുടെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനിയാണ് വളരെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ, തെറ്റിപ്പോയല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ കൊടുക്കേണ്ടത് സ്കൂളിലെ കോഡും സബ്ജക്റ്റുമാണ് അല്ലേ. സ്കൂളിലെ കോഡ് ഏതാ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ, നേരത്തെ പോകുന്നു നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കണ്ടതാണ് സ്കൂളിലെ കോഡുകൾ. ഇതേപോലെ കോഡുകൾ നേരേണ്ട 1000, 1001 ഒരുപാട് കോഡുകൾ ഉണ്ടാവും. ഞാൻ തുടക്കത്തിൽ കുറച്ച് സ്കൂൾ മാത്രം കാണിച്ചു മാത്രം. ഇതാണ് നമ്മുടെ കോഴ്സ് അവിടെ കിട്ടുന്ന കോഡ് അല്ലേ. നേരെ നോക്കുന്നു. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് പലപ്പോഴും നമുക്ക് ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ നമ്മുടെ സ്കൂളിൽ എത്തിയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യട്ടോ. നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ എത്തിയതിന് ശേഷമാണ് നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ. അതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ആഡ് ചെയ്യാനുള്ള ഒരു കോളം ശരിക്കും ഇതിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കില്ല. അത് നിങ്ങൾക്ക് സ്കൂൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. റെഡി? ഇനി നമ്മൾ ഫോം എടുക്കുന്നു, നേരെ പോകുന്നു. ആദ്യം 1001 അല്ലേ, നേരെ സ്കൂൾ കോഡാട്ടത് 1231. അപ്പോൾ ഇത് പ്രിഫറൻസ് നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സ്കൂളാണോ ആദ്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളാണ് നിങ്ങൾ ആദ്യം കൊടുക്കുക. അതാണ് ഈ പ്രിഫറൻസ് നമ്പർ 1, 2, 3, 4, 5. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ നിങ്ങൾ 6, 7 കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളും ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ആ സ്കൂൾ ഇന്ന കോഴ്സ് തന്നെ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഏറ്റവും ഇഷ്ടമല്ലെങ്കിൽ അഡ്മിഷൻ ആഗ്രഹിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹം അത് ആദ്യം കൊടുക്കുക. ഇനി അവിടെ കിട്ടിയില്ലേ കുഴപ്പമില്ല, രണ്ടാമത് അവിടെ കിട്ടിയാൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ സെക്കൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂൾ നമ്പർ രണ്ടാമതായി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്താണ്, ഗേൾസ് സ്കൂൾ എനിക്ക് അഡ്മിഷൻ കിട്ടും അല്ലേ, എങ്കിലും അവിടെ പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഗേൾസ് സ്കൂളിന് പേര് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഏതാണ് എൻ്റെ കോഴ്സ് അവിടെ എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ 39 കൊമേഴ്സ് ആണ്. കൊമേഴ്സ് ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന ഏതാണ്, അതേപോലെ ഞാൻ അവിടെ 39 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കോഡ് കൊടുത്തു. ഇനി അതേ സ്കൂളിൽ തന്നെ എനിക്ക് സയൻസ് കിട്ടിയാലും വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അതേ സ്കൂളിൽ ഞാൻ രണ്ടാമത് കൊടുത്തു. കാരണം എനിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ നല്ല ആഗ്രഹമാണ്. ഞാൻ അടുത്ത സബ്ജക്റ്റ് എടുത്തു. ഇതാണ് സയൻസ്. സയൻസ് 1 സയൻസ് അവിടെ ഉണ്ട്, 1 ഞാൻ അവിടെ കൊടുത്തു. റെഡി? ചില കുട്ടികളുടെ അവിടെ എനിക്ക് ആ സ്കൂൾ തന്നെ മതി, എങ്കിൽ അതേ സ്കൂൾ ഹ്യൂമാനിറ്റീസും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഒരു സ്കൂൾ എല്ലാ കോഴ്സും നിങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാം, ഒരു കുഴപ്പം വരില്ല. അപ്പോൾ അതേ സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെ അവിടെ വരുന്ന 10 ആണ്, 10 നമ്മൾ സെലക്ട് ചെയ്തു. റെഡി? ഇനി മറിച്ച് ഇതല്ല എനിക്ക് വേണ്ടി സബ്ജക്റ്റാണ്, അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ മായ്ക്കുന്നു. സോറി, ഇപ്പോൾ എനിക്ക് സയൻസ് സബ്ജക്റ്റാണ്, ഞാൻ സ്കൂളല്ല ഞാൻ നോക്കുക, എൻ്റെ സയൻസ് സബ്ജക്റ്റ് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് സയൻസാണ് എനിക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ നേരെ ഇതെടുക്കുന്നു. നിങ്ങൾക്ക് ആദ്യം 1001 സെലക്ട് ചെയ്യുന്നു. സ്കൂളിൻ്റെ പേര് 1001. രണ്ടാമത്തെ സ്കൂളിൻ്റെ പേര് എത്രടാ, 1002 അല്ലേ, 1002 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൻ്റെ നമ്പർ ഇങ്ങനെ കൊടുക്കുക. 1000 കോഡ് കൊടുക്കുക. സ്കൂളിൻ്റെ കോഡ് എത്ര, ഇവിടെ സയൻസ് ഉണ്ടല്ലോ 10 ഉണ്ട് അല്ലേ, 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്,
ഒന്നുണ്ട്, ഈ സ്കൂളിൽ ഒന്ന്. അപ്പോൾ എനിക്ക് സയൻസ് സബ്ജക്റ്റ് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതാം, അങ്ങനെ സയൻസ് സബ്ജക്റ്റിൻ്റെ നമ്പേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് സ്കൂൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം 50 സ്കൂളുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മടിയും കാണിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള സ്കൂളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ മാക്സിമം ഒരു 50 സ്കൂളും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. ഏറ്റവും അവസാനമായി നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ പാരൻ്റ് ആൻഡ് ഗാർഡിയൻ സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ പാരൻസിൻ്റെ സിഗ്നേച്ചർ, പ്ലേസും ഡേറ്റും ഇവിടെ എഴുതുക. പ്ലേസും ഡേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ അവർ ഓൺലൈനായിട്ട് ചെയ്തോളും. ഓക്കെ, ഈ രീതിയിൽ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്ഷയ സെൻറ്റേഴ്സിൽ കൊണ്ടുകൊടുത്താൽ അവർക്ക് ഇത് എന്ത് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കും, ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഡി? അപ്പോൾ ഓൺലൈനായിട്ട് ഫോമുകൾ രജിസ്റ്റർ ചെയ്യുന്ന വിൻഡോസും കാര്യങ്ങളും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഒരുപാട് അക്ഷയ സെൻറ്റേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളുടെ കയ്യിലേക്ക് ഫോം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോം ഫിൽ ചെയ്യേണ്ടത് എന്നാണ് കൃത്യമായി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ ലിങ്ക് നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞ വർഷങ്ങളും മുന്നത്തെ വർഷങ്ങളൊക്കെ നമ്മൾ ഈ രീതി തന്നെയാണ് ഫോം ഫിൽ ചെയ്തത്. ഈ വർഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രം ആ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ആ ബോണസ് പോയിന്റിൽ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വീണ്ടും അത് എടുക്കാത്തത് കൊണ്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ മാത്രമേ അതെന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നാൽ ഉടനെ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ കയ്യിൽ ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ മക്കൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നന്നായി തെറ്റുകളൊന്നും സംഭവിക്കുക, നിങ്ങൾ എന്ത് ചെയ്ത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ്, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം. നിർബന്ധമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ.